കൊലൂസ് സീസൺ 1 പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ കൊണ്ടോട്ടി. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിലെ അവസാന കണ്ടസ്റ്റന്റിനെ നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നിസ്ല ഷിബിനി. നിസ്ല മലപ്പുറം അല്ലേ? മലപ്പുറം എവിടെ വീട്? കോഡൂര്. 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 അപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രദേശം തന്നെയാണ് കോഡൂര്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് വൺ അല്ലേ? സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോങ്ങുമായിട്ടാണ് നമ്മുടെ നിസ്ല വന്നിരിക്കുന്നത്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. താങ്ക് യു. പങ്കികളോടുത്തേ ചിരലെങ്കിടലായി ആരം മുഖത്തോളി കത്തും മണി
താങ്ക് യു. നിസ്ല അടിപൊളി കേട്ടാ. കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിട്ടാ. ഡ്രസ്സ് ഫുൾ ബ്ലാക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ വിചാരിക്കും മറ്റുള്ളവരുടെയൊക്കെ എന്താ എങ്ങനെയാണ്, മറ്റുള്ളവരൊക്കെ അതുക്കും മേലെ. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി സോങ് ആണ് അല്ലേ? ഓക്കെ അല്ലേ? സന്തോഷമായോ? പാടി നല്ല ഉഷാറായിട്ട് പാടി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ജഡ്ജസിൻ്റെ കമൻസ് ആണ് നമുക്ക് കാത്തിരിക്കുന്നത്. അഷ്റഫ് ഖാൻ. നിസ്ല നമ്മളെ ഈ പാട്ടിൽ മ്യൂസിക്കലി വലിയൊരു സംഭവമുള്ള പാട്ടൊന്നുമല്ല, മ്യൂസിക്കലി അത്ര ടഫുള്ളൊരു സോങ്ങൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ വേർഡ്സുകൾ, ഇതിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് കൺട്രോൾ ചെയ്ത് പാടുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് ശരിക്ക് ജിന്നുകളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ശൃംഗാരി മേളമാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ വളരെ രസകരമായിട്ടുള്ളൊരു വർണ്ണനയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാ ഗാനമേളയല്ല, ജിന്നുകളുടെ നാട്ടിൽ ബദ്റുൽ മുനീസുൽ ജമാൽ എന്ന് പറഞ്ഞ വളരെ നീണ്ടൊരു കഥയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അതിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ആ പാട്ടിൽ പറയുന്നത്. അതിലെ വേർഡ്സുകൾ പ്രത്യേകിച്ച് അത് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രയാസമുള്ള ഇഷലാണ്, എന്നാൽ മ്യൂസിക്കലി അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ബെത്ത് ചവിട്ടൊടു തെഞ്ചു കുനിത്ത് കളിത്താർ താളമിലെ തളങ്കൃത തിത്താമേളമിലെ കൺട്രോൾ മോള ആ ഭാഗത്ത് പാടും. ജസ്റ്റ് ഒന്ന് പാടുക ആ ഭാഗത്ത്. ബെത്ത് ചവിട്ടൊടു നെഞ്ചു കുനിത്ത് കളിത്താർ താളമിലെ തളങ്കൃത തിത്താമേളമിലെ എന്നാൽ ശരിക്കും ആ ഒളുക്കി പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വേർഡ്സുകൾ, നല്ല ബുദ്ധിമുട്ടുള്ള ഒന്ന് പാടും. ജസ്റ്റ് ഒന്ന് പാടും. വിത്ത് ചവിട്ടൊടു നെഞ്ചു കുനിത്ത് കളിത്താർ താളമിലെ തളങ്കൃത തിത്താമേളമിലെ താനത്തക തെയ്യത്തോം തപ്പാൻ തങ്കിണതാ താളം താളം കൃതിയോ തരികിടതോം ദാ സംകൃതമേ. അങ്ങനെ വേർഡ്സുകൾ പിടിച്ചാൽ കിട്ടാത്തൊരു പ്രയാസം മാത്രമേ ഈ പാട്ടിലുള്ളൂ. വലിയ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട്. നല്ലൊരു സെലക്ഷനാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർക്ക് മഹാകവി പട്ടം നേടിക്കൊടുത്ത 1872 വളരെ മനോഹരമായിട്ടുള്ളൊരു കൃതിയാണ് ഹുസ്നുൽ ജമാൽ ബദ്റുൽ മുനീർ. കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട്. താങ്ക് യു. സിംഗിങ് നല്ല നന്നായിട്ട് പാടി. പിന്നെ മ്യൂസിക്കലി അങ്ങനെ കുറേ പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഈ സെലക്ഷൻ ഓഫ് സോങ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ പാട്ടുകൾ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ലേ. ഒരുപാട് സംഗതികളൊക്കെ പാടാനുണ്ടെങ്കിൽ അവിടെയാണ് എപ്പോഴാണ് ഈ പ്രശ്നം വരിക. അപ്പം അത് ഇനിയുള്ള ഇതിലൊക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി പാടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. താങ്ക് യു. നിസ്ല നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ വലിയ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സോങ് അല്ല. പക്ഷെ അത് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒക്കെ ഒരു കുറച്ച് ടഫായിട്ടുള്ളതൊക്കെ ഒന്ന് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സോങ് സെലക്ട് ചെയ്യായിരുന്നു. ഇത് വലിയ കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് പാടാൻ കഴിയുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. നിസ്ല, ഇപ്പോൾ നല്ല കമൻസുകളല്ലേ. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പാടാൻ പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കമൻസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. എന്തായാലും സെക്കൻഡ് റൗണ്ടിൽ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സോങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.